നമസ്തേ ബച്ചോം സഭി കാ സ്വാഗത് ഹൈ ഹിന്ദി ഈ ഗുരു മേ. അപ്പം നമുക്ക് നമ്മുടെ അപരാധ് കഹാനി ആരുടെ ആയിരുന്നു? ഉദയ് പ്രകാശ് ജിയുടെയാണ് അല്ലേ? അതൊന്നും മറക്കരുത് കേട്ടോ. ഉദയ് പ്രകാശ് ജിയുടെ അപരാധ് കഹാനിയിലെ ദോ പാത്ര ഹെ ബഡേ ഭായ് ഒരു ചോട്ടേ ഭായ്. ഈ ബഡേ ഭായിൻ്റെ ചരിത്ര ടിപ്പണി നമുക്കൊന്ന് സ്പീഡിൽ വേഗം ഒന്ന് നോക്കാം. ഏറ്റവും ചുരുക്ക രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷനാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ബഡേ ഭായിൻ്റെയും ചോട്ടേ ഭായിൻ്റെയും ചരിത്ര പെട്ടിപ്പണി തരുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ, പെട്ടെന്ന് നിങ്ങളെ എക്സാം ആണല്ലേ, ഉച്ചയ്ക്ക് ആവാനായി, ഇനി ടൈമൊന്നുമില്ല, നമുക്ക് വർത്തമാനം പറഞ്ഞൊന്നും ഇരിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ബഡേ ഭായിക്ക് ചരിത്ര പെട്ടിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബഡാ ഭായി ബച്പൻ സെ അബാഹിച്ചുത. ബഡേ ഭായി ചെറുപ്പത്തിൽ തന്നെ എന്തായിരുന്നടാ, അംഗവൈകല്യമുള്ള ആളായിരുന്നു അല്ലേ. എനിക്ക് ഏക് പയർക്കോ പോളിയോ ഹോ ഗയാ. എന്താ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഒരു ഹാൻഡിക്കേപ്ഡ് ആവാൻ കാരണം എന്താണ്? പോളിയോ ബാധിച്ചിരുന്നു ഏക്ക് പേർക്ക്, ഒരു കാലിന്. പിന്നെയോ ദേവതാവുക്ക് ഇത്ര ബഹുത് സുന്ദരത. എങ്ങനെയാണോ ദേവതകളെപ്പോലെ അത്രയും നല്ല സൗന്ദര്യം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ബഡേ ഭായിക്കുണ്ടായിരുന്നു. അച്ഛ തൈറാക്ത മാത്രമല്ല നല്ല നീന്തൽ അറിയുന്ന ആളായിരുന്നു അല്ലേ, അച്ഛ തൈറാക്ക കേട്ടോ. ഇനി ഗുൻസേസെ നാരിയൽ ഔറിയൻ്റെയോ തോട്ടേതാത്, അതായത് തൻ്റെ ഈ കൈകൾ കൊണ്ടല്ലേ, തൻ്റെ മുഷ്ടി കൊണ്ട് എന്ത് നാരിയൽ, തേങ്ങയും ഏൻ്റെന്ന് പറഞ്ഞാൽ ഇഷ്ടികയൊക്കെ ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ നമ്മളെ ഈ കൈകൾ കൊണ്ട് മുഷ്ടി കൊണ്ട് ഇങ്ങനെ ഇഷ്ടികയും മറ്റേ അതേപോലെ തന്നെ നമ്മൾ നാരിയലൊക്കെ പൊട്ടിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒരാളായിരുന്നു. ഹാത്തൊക്കെ പഞ്ചോക്കിലടായ മ്യൂസിക്കോ ഈ നെഹി ഹറാസക്താ. ഈ കൈകൾ കൊണ്ടുള്ള, അതായത് നമ്മുടെ പഞ്ചഗുസ്തി അല്ലേ, പഞ്ചഗുസ്തിയിൽ ഒരിക്കലും ഒരാളും ആരെ തോൽപ്പിക്കുമായിരുന്നില്ല, നമ്മുടെ ബഡേ ഭായിനെ തോൽപ്പിക്കുമായിരുന്നില്ല. നല്ല മിടുക്കനായിരുന്നു. ചോട്ടാ ഭായ് കാ അച്ഛാ സംരക്ഷക്ത. ചോട്ടേ ഭായിനെ നല്ല സംരക്ഷിക്കാൻ അറിയുന്ന ആളായിരുന്നു. തന്നെ ഒരു അനിയനെ പോലെ, ഒരു ഉത്തരവാദിത്വം പോലെ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഒരച്ഛൻ എങ്ങനെയാണോ അതേപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡേ ഭായിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഇനി നിങ്ങൾക്കിത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്തെഴുതണം? ഫസ്റ്റ് പാരഗ്രാഫ് ഇത് എഴുതണം കേട്ടോ. അപരാധ് കഹാനി ഉദയ് പ്രകാശ് ജിക്ക്, അപരാധ് കഹാനിക്ക് ദോ പാത്രോമേഖ് ബഡേ ഭായ് എന്ന് പറഞ്ഞിട്ട് എഴുതണേ. ഇനി അടുത്ത് നമുക്ക് ചോട്ടേ ഭായിൻ്റെ ചരിത്ര പെട്ടിപ്പണി നോക്കാം. ചോട്ടാ ഭായ് നമുക്കറിയാം, ബഡേ ഭായ് സെ 6 സാൽ ചോട്ടാ താ അല്ലേ, 6 വയസ്സ് ഇളയതായിരുന്നു. ആരെക്കാട്ടും? നമ്മുടെ ബഡേ ഭായിനെക്കാട്ടും. പിന്നെ ദുബല പത്തലാത ഒരു കംസൂർദ, നല്ല മെലിഞ്ഞ് ഉണങ്ങിയൊരു ശരീരമായിരുന്നു അല്ലേ, വളരെ ഒരു ശേഷിക്കുറവുള്ള ഒരാളായിരുന്നു. ഈർഷ്യാലൂത, നല്ല അസൂയ ഉള്ള ഒരാളായിരുന്നു. ജൂഠാത, കള്ളം പറയുന്നവനാണ്. ബഡേ ഭായിക്ക് ഹറേക്ക് വിജയ് പരീക്ഷരക്തത. ബഡേ ഭായി എവിടെയൊക്കെ വിജയിച്ചു, അല്ലെങ്കിൽ ഓരോ വിജയത്തിലും അതിലൊക്കെ അസൂയയോടെ കാണുന്ന ഒരാളായിരുന്നു. ബഡേ ഭായിക്കോ ദണ്ഡ് പാനേക്കിലെ ഓ മാ ബാപ് സെ ജൂട്ട് ബോൾത്താത. ബഡേ ഭായിക്കോ ദണ്ഡ് പാനേക്കിൽ, അതായത് ആ സഹോദരന് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛനോടും കള്ളം പറയുന്ന ആളായിരുന്നു നമ്മുടെ ചോട്ടേ ഭായ് എന്ന് പറയുന്നത്. മക്കളെ, ഏറ്റവും ചുരുക്ക രൂപത്തിലാണ് മിസ് ഇപ്പോൾ ഇവിടെ ബഡേ ഭായിൻ്റെയും ചോട്ടേ ഭായിൻ്റെയും ചരിത്ര പെട്ടിപ്പണി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പുറമെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് വലുതാക്കി അതേപോലെ സെൻറ്റൻസൊക്കെ ഓരോ അതിനനുസരിച്ചാക്കി എഴുതാം കേട്ടോ. നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടോ. കുറേ പേര് മെസ്സേജ് അയച്ചു, കുറേ പേര് കമൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മിസ് പെട്ടെന്ന് തന്നെ ഈ ഒരു ബഡേ ഭായിൻ്റെയും ചോട്ടേ ഭായിൻ്റെയും ചരിത്ര പെട്ടിപ്പണി ഇട്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, നന്നായിട്ട് എഴുതി എക്സാം എഴുതി വരിക. ഒരു പേടിയും പേടിക്കേണ്ട. ഇത്രയേ പറയാനുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഡയറി ആയിക്കോട്ടെ, പത്രം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഫോർമാറ്റെങ്കിലും എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചു വിടാൻ പാടില്ല. എന്തെങ്കിലും എഴുതി വയ്ക്കുക കേട്ടോ. അതേപോലെ സൂചനാക്ക് അധികാർ പത്രമൊക്കെ ഇല്ലേ, പത്രമൊക്കെ അതിൻ്റെ ഫോർമാറ്റൊക്കെ എത്ര എളുപ്പത്തിൽ എഴുതാമെന്നറിയോ കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതി വരും.